പാടാൻ എത്തുന്നത് നമ്മുടെ ആര്യ ചേച്ചിയുടെ നാട്ടിൽ നിന്നുള്ള കണ്ണൂര് മട്ടന്നൂരിൽ നിന്നൊരു ദിയക്കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ദിയ ഓൺ സ്റ്റേജ്. എവർഗ്രീൻ ഹിറ്റ്സ് റൗണ്ടിലാണ് ദിയക്കുട്ടി പാടാൻ പോകുന്നത്. അങ്ങനെ വേദിയിലേക്ക് വരുന്നത് ദിയ മട്ടന്നൂർ. കഥാപ്രസംഗത്തിന് വന്നാ അല്ല, എന്തിനു വന്നാ? പാട്ട് പാടാൻ. ഇവിടെ വരാൻ ആര് പറഞ്ഞു? ആരും പറഞ്ഞു പറഞ്ഞല്ലേ, എനിക്ക് ഇവിടെ സെലക്ഷൻ കിട്ടി. അപ്പൊ ഞാൻ രണ്ടാമത്തെ പാട്ട് പാടാൻ. ദിയ കുട്ടി അപ്പൊ തന്നെ എന്റെ അടുത്ത് പറയണ്ടേ? എങ്ങനെ പറയണം? ഇത് എന്റെ ഇടാണ്, ഞാൻ വരും എന്ന് പറയാം. അങ്ങനല്ലേ പറയണ്ടേ? ഇത് രണ്ടാമത്തെ പെർഫോമൻസ് അല്ലേ? അതെ. അതെങ്ങനെയുണ്ട്? പഠിച്ചിട്ടുണ്ട്. ആദ്യത്തേതിനേക്കാൾ കുറച്ചും കൂടി ഒരു ധൈര്യം വന്നില്ലേ? വന്നു. ഇല്ലേ? എക്സ്പീരിയൻസ് ആയില്ലേ? ഞങ്ങളൊക്കെ പാവങ്ങളാന്ന് തോന്നിയില്ലേ? തെറ്റും പാവത അതിനേക്കാളും പാവത. കാട്ടിലെ മൈനയെ. ആരാ പഠിപ്പിച്ചേ പാട്ട്? കുളിർക്കാറ്റ് ആണല്ലേ? ആണോ എന്നാണ് അല്ലേ? ഇങ്ങനെ എത്ര പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐ തിങ്ക് ദിസ് ഇസ് വെരി റയർ. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ലൈനിലാണ് ചോദ്യം, അതിനുള്ള ഉത്തരവാണ് മൊത്തം പാട്ട്. അതെ അതെ അതെ. അത് ശ്രദ്ധിച്ചോ? കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചത് ആര്? ബാക്കി എല്ലാ ആൻസേഴ്സ് ആണ്. അതാണോ, ഇതാണോ, അങ്ങനെയാണോ, ഇങ്ങനെയാണോ, അതല്ലേ എന്ന് ചോദിക്കുന്നത്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് പറയട്ടെ. മ്യൂസിക് ഔസേപ്പച്ചൻ സാർ, ലിറിസിസ്റ്റ് ONV സാർ, പിന്നെ പാടിയത് ചിത്രാമ്മ, പിന്നെ ഫിലിം ആകാശദൂത്. വർഷം 1993. അപ്പൊ നമുക്കെന്നാ തുടങ്ങിയാലോ? തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ചേച്ചി. താങ്ക് യു.
പഠിപ്പിച്ചതാരോ കുളിർക്കാറ്റോ കാറ്റിലെ താളത്തിലാടുന്ന പൊന്മുളം കാടോ മലർമേടോ അലമാലയായിരം മയിലാടിടുന്നപ്പോൾ ഇളകും കടലോ ഇനിയാരോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി നൈസ്. ആ ഇരിക്കുന്ന രണ്ടുപേരൊക്കെ എങ്ങനെയാണോ വന്നിരുന്നത് അതേപടി തന്നെ ഇരിക്കാൻ അവരെ ഞെട്ടിയിരിക്കുകയാണോ അതോ ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണോ? അതെന്തായിരുന്നു സംഭവം? അല്ലല്ല ഞെട്ടിയതാണോ? അല്ലല്ല മിനുട്ടി അങ്ങനെയല്ല. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ. അമ്മ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക, എല്ലാ സമയത്തും പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചതാണ്. ആ. കണ്ണൊക്കെ നിറയുന്നുണ്ട് ഇടയ്ക്ക് നന്നായിട്ടൊക്കെ പാടുമ്പോഴത്തേക്കും. ദാറ്റ്സ് നാച്ചുറൽ അല്ലേ? അതെ. നമുക്ക് കണ്ണ് നിറയുന്നുണ്ട് നമ്മുടെ മോള് ഇങ്ങനെ പാടുമ്പോ. അപ്പൊ അമ്മയ്ക്ക് എങ്ങനെ ആയിരിക്കും? അപ്പൊ അത് സൂപ്പർബാണ്. പക്ഷെ ഒരു കിളി പോയ പോലെ നിൽക്കുന്നുണ്ടല്ലോ, ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ. അതങ്ങനെയാണോ? വീട്ടിലങ്ങനെയാണോ? ചില കാര്യങ്ങളിൽ അങ്ങനെയുണ്ട്. ലൈഫിൽ പെട്ടെന്ന് ഓരോ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവുന്ന സമയത്ത് ടുഡേ യു ആർ എ വിന്നർ. അത് മനസ്സിലാക്കണം. യു ആർ എ വിന്നർ. സെലിബ്രേറ്റ്. അതെ. യെസ്. So here comes your magic wand. Diegudi is going to be awarded 100 on 100 today. Chocolate മഴ പെയ്യട്ടെ. ഹാപ്പി ആയില്ലേ? ഞാൻ നോക്കാം എനിക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഉണ്ടോന്ന്. അങ്ങനെ 100-ൽ 100 മേടിച്ച് ചോക്ലേറ്റ് മഴ പെയ്പ്പിച്ച ദിയക്കുട്ടിക്ക് ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് കേട്ടോ. ഹാപ്പി അല്ലേ? ഇപ്പൊ എക്സ്പ്രഷൻ വന്നു രണ്ടുപേർക്കും. എക്സ്പ്രഷൻ കൂടി കണ്ണുനീരും വന്നു. ദിഗുടി, എന്തോ എപ്പോഴും എക്സ്പീരിയൻസ് ആണ് നമ്മളാക്കുന്നത്. അപ്പൊ ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കണം. അതായത് ഇഫ് യു ആർ ഗുഡ്, അംഗീകാരങ്ങൾ കിട്ടും. അത് കിട്ടേണ്ട സമയത്ത് തീർച്ചയായിട്ടും കിട്ടും. അത് മനസ്സിൽ ബോധ്യം വേണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ദിയക്കുട്ടി ഇതുപോലെ തന്നെ അടുത്ത പാട്ട് 100 മേടിക്കണം നമുക്ക്. ഇനിയും ചോക്ലേറ്റ് മഴ പെയ്ക്കണം. ഓക്കെ, ഉറപ്പല്ലേ? അവര് നമ്മുടെ പടയാളിയാണ്. അതെ അതെ. തീർച്ചയായും 100 കൊണ്ടാണ് നമ്മൾ കണ്ണൂരേക്ക് തിരിച്ചു ഇതിങ്ങനെ പോകാൻ. വീണാ നമുക്ക് എല്ലാവർക്കും കൊണ്ടുപോയി ചോക്ലേറ്റ് എടുക്കാം. വേഗം കൊണ്ടുപോകാൻ. ഇനി വരെയാണ് ഒന്നുകൂടെ പാടുന്നുണ്ടോ? ഇല്ല. അന്ന് ടാറ്റ. ഗുഡ് നൈറ്റ്. ആര്യ ചേച്ചി, ഓ ക്യാപ്റ്റൻ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. പക്ഷെ സമയം പോകുന്ന അറിയുന്നേ ഇല്ലല്ലേ? ഒട്ടുവരെ. അതെന്തുകൊണ്ടാ ക്യാപ്റ്റൻ? നമ്മളിങ്ങനെ നല്ല നല്ല പാട്ടുകൾ കേട്ട് വരുന്നോണ്ടാണോ? അതെ, നല്ല രസകരമായ നിമിഷങ്ങളല്ലേ? അതെ അപ്പൊ പിന്നെ എൻജോയ് ചെയ്യാതെ എങ്ങനെ അത് കടന്നു പോകും? അതെ, പിന്നെ നമ്മൾ ഒത്തിരി വർത്താനം പറയുന്നു, പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ അറിയുന്നു. അപ്പൊ എന്തായാലും പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നു. അതാണ് ഏറ്റവും അതെ. വലിയ കാര്യം അല്ലേ? Yes. പേരൊക്കെ നമ്മൾ പഠിച്ചൊന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മളെ പോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരും എൻജോയ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോട് കൂടി തന്നെ നമ്മൾ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നാളെ നമ്മൾ ഇതേ സമയം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടാറ്റ ബൈ. സീ യു.